എവിടെ കൊണ്ട് കളഞ്ഞു? ആ മുക്കുരത്തി മലയാള മോളിൽ കൊണ്ടുവിട്ടിട്ട് ഓട്ടോ അടി. ഇവിടെ മഹാഭാവി ആനയും പുലി ഇറങ്ങുന്ന സ്ഥലമാണ്. ചത്ത നഖം പോലും ബാക്കിയിട്ടില്ല. അതെ സെന്റിമെന്റ്സ് കാണിക്കില്ലേ? നീ ഒറ്റ വരുന്ന കാരണം ഞാൻ ഈ കടുക ചെയ്ത്. എന്നിട്ട് സഹതാപം പറഞ്ഞാൽ ഞാൻ ചവിട്ട് ഷേപ്പ് മാറ്റി കേട്ടോ. പാമ്പ് അടിച്ചവന്റെ തലയിൽ തേങ്ങ വേണം. ഇടിവെട്ടിവന്റെ തലയെ പാമ്പ് അടിച്ചെന്ന് പറയണേ. ആ എല്ലാം ഒന്ന് തന്നെ. എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചോണ്ട് വന്നാൽ മുഴുവൻ അവിടെ വായിട്ട് പോകുമല്ലായിരുന്നു. എനിക്ക് വിശക്കത്തെ പറഞ്ഞ് വീടുമല്ലായിരുന്നു. എന്റെ ദൈവമേ, ആളെ ഇട്ടുകൊണ്ട് ഡ്രൈ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രസ്സാ. ഇതിൽ 6 പൊറോട്ട, 2 പൊറോട്ട നിനക്ക്, 4 പൊറോട്ട എനിക്ക്. ഇത് ചിക്കൻ കഷ്ണം നിനക്ക് പകുതി ചാറ് എനിക്കില്ലേ? എടാ എച്ച് എന്ന് എച്ചിയാണ്. എടാ ദരിദ്രവാസി എന്നും ദരിദ്രവാസിയാണ്. ദൈവം എന്റെ കൂടെ. തമ്പുരാട്ടിയുടെ കൂടെ റോയൽ സൂട്ടിൽ ഡിന്നറിങ്ങിന് പോയപ്പോ നീ എന്തുവാ എന്നോട് പറഞ്ഞത്? പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. അല്ലടാ മുനുസ്വാമി എനിക്ക് ഫോട്ടോ മേടിക്കാൻ വന്നു. കൂടെ ഇത് മുനിശാമിയല്ല. അയ്യോ അല്ലേ? എന്നാ ഇതായിരുന്നു കളർ പടം 15. ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടിയും വന്നില്ല. എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ തിരിച്ചു വന്നത് അറിയാമോ? ഓടി ഓടി വരുമ്പോ ഒരു ആന. പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു. ആന എവിടെ കണ്ടോടി കാണും. എനിക്ക് വിശക്കുന്നു. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ? ചൂടാവരുത്. ഏത് നിമിഷവും ഭ്രാന്ത പിടിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ ചൂടാകുന്നില്ല. പക്ഷെ തമ്പുരാട്ടിയുടെ നിലപാടെന്താന്ന് എനിക്കറിയണം. ഇത്ര നാൾ സഹിച്ചില്ലേ? ഇന്ന് രാത്രിയോടെ സഹിക്കാം. ഇപ്പൊ എന്റെ തലയിലൊന്നും വരുന്നില്ല. നാളെ കാലത്തെന്തെങ്കിലും ചെയ്യാം. കാലത്ത് എന്ത് ചെയ്യാൻ പോവാണ്? നിവൃത്തിയില്ലെങ്കിൽ എനിക്ക് കൊന്നിട്ട് ഞാൻ ചെയ്തു പോകും. അങ്ങനെ എന്ത് വേണോ ഇപ്പൊ ചാപ്പാട് പുറത്തെടുത്താൽ മുഴുവനുള്ള അടിച്ച് കയറ്റിക്കളയും. അങ്ങനെ വല്ല പ്രശ്നമുണ്ടെങ്കിൽ ഇവളെ ഉറങ്ങിയിട്ട് നമുക്ക് എടുത്താൽ മതി. പ്രശ്നമുണ്ട്. അത് പുറത്തെവിടെയോ ഒരു കോഴി കറങ്ങി നടക്കണ കണ്ട്. അല്ല, വെച്ച കോഴിന്റെ മണം. അത് ഏതെങ്കിലും ഹോട്ടലിൽ കറി വെച്ചോണ്ടിരുന്നപ്പോ ഇറങ്ങി ഓടിതായിരിക്കും. അതാണ് വെച്ച മണം അല്ലേ? പോയി കിടന്ന് ഉറങ്ങു. கட்டட சொன்ன மாட்டா எங்க கட்டட சிங்க கட்டட சும்மா இருக்கா நம்ம ராசா எந்த குதிரைக்கு எதிரி வாட்டி ப்ளூ காட்டி அவன் அடிக்குது பரிசு பிறகு போட்டி கட்ட பட்டணம் போட்டி கட்டட சொன்ன மாடா எங்க கட்டட சிங்க கட்டட சும்மா இருக்கா நம்ம ராசா எந்த குதிரைக்கு எதிரி வாட்டி ப்ளூ காட்டி அவன் அடிக்குது பரிசு நிறைய போட்டி கட்டுவடா தூக்கி கட்டிய போறீங்காரே